2026 നടന്ന സ്റ്റോർ കീപ്പർ എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ കരട് സമിതിയുടെ അധ്യക്ഷനായിട്ടിരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണ് 368 പ്രകാരം അമെൻമെൻറ്റ് വരുത്തുവാനുള്ള അധികാരമുള്ളത്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6 മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനായിരുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K. കേളപ്പനായിരുന്നു. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാര്? വക്കം അബ്ദുൾ റഹ്മാൻ ആയിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി ആയിരുന്നു. ചേരുംപടി ചേർക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 നിസ്സഹകരണ സമരം നടന്നത് 1920 ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് A ആണ്. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഉത്തർപ്രദേശിൻ്റെ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ആദ്യ യുവജനോത്സവത്തിൻ്റെ വേദി റഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ആണ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. മഹാത്മാഗാന്ധിയുടെ മരണത്തെ പറ്റിയിട്ട് നെഹ്റു പറഞ്ഞതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കെൻറ്റ് കരാർ ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കെൻറ്റ് കരാർ ഒപ്പിട്ടത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ഇതിൽ ഉൾപ്പെടുന്ന 2 വ്യക്തികൾ. ഓപ്ഷൻ C ആണ് ശരിയുത്തരം വരുന്നത്. ഏതു വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ ആണ്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N കരുണായിരുന്നു. ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ C ആണ് ഉത്തരം വരുന്നത്. 26ഉം 27ഉം PSC ക്യാൻസൽ ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ആരവല്ലിയാണ്. ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അതായത് ഇതെല്ലാം സവിശേഷതകളാണ്.
2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആയിരുന്നു 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം എന്നതാണ് ക്യാമ്പയിൻ്റെ പേര്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാൻശു ശുക്ലയാണ് ആദ്യ ISRO ബഹിരാകാശ യാത്രികൻ. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നെയ്യാർ അഗസ്ത്യമല, പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ഇവിടെ ശരിയല്ലാത്തത് 4ാമത്തെ ഓപ്ഷൻ മാത്രമാണ്. സി ആണ് ആൻസർ വരുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഇവിടെ ആലപ്പുഴയാണ് ആൻസർ വരുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സംരംഭം സുഭോജനം. സുഭോജനം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 തന്നെയാണ് വരുന്നത്. ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പുവരുത്തുക. ആശ്വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാലുകളുടെ ജനകീയമായ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സംരംഭമാണ്. പച്ചത്തുരുത്ത് തരിശുനിലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംരംഭമാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഈ പറഞ്ഞിരിക്കുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തെ പറ്റിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? മത്തിയാണ്. കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് വയനാടും ഇടുക്കിയുമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെ? ഇവിടെ ആൻസർ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളാണ്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതി നിലയത്തിലാണ്. കൃത്രിമ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3യുമാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരി TK പത്മിനിയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം മാത്രം ശരിയല്ല. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 3 മാത്രമാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3യും ശരിയാണ്.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികരായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർ ചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ആൻസർ ബി ആണ് വരുന്നത്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദ സീരീസും പ്ലെയർ ഓഫ് ദ മാച്ചുമായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഇത് 2023 കറണ്ട് അഫയേഴ്സ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 3ഉം മാത്രമായിരുന്നു ശരി. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ആസ്ഥാനമില്ല. അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷവും ഓരോ അംഗരാജ്യത്തിനും മാറി മാറിയെത്തും. G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് 2ാമത്തെ 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഗംഗ. കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ഇവിടെ മുരിങ്ങയാണ് ഉത്തരം വരുന്നത്. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതാണ്? കരൾ പിത്തരസം, അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയരസം. ശരിയായിട്ടുള്ള 2 ജോഡികളാണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏതു ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? നെല്ലിൻ്റെ സങ്കരയിനം വിത്തുകളാണ് പവിത്ര, അന്നപൂർണ. കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കാട്ടാനയുടെ ആക്രമണത്തിലാണ്. ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ശൂന്യതയിലൂടെയാണ് പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബെല്ലാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. സംഭരണിയിലെ ജലത്തിലെ ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. ചെറുകുടലിൽ വെച്ചാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്ര? 70 to 110 mg/100 ml ആണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ക്ഷയം. ക്ഷയവും ചിക്കൻ പോക്സുമാണ് വായുജന്യ രോഗങ്ങൾ. എയ്ഡ്സ്, HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ നിന്നും തെറ്റായവ കണ്ടെത്തുക.
HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാകാം. ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാം. HIV ബാധിതരുപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പകർച്ച ഉണ്ടാകാം. ഇവിടെ തെറ്റായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം ഏതാണ്? നിപ്പ. കുഷ്ഠരോഗം കുട്ടികളിൽ ലോകാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലമിത്ര. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജ്ജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കളാണ് അരി, ഗോതമ്പ്, കപ്പ എന്നിവ. COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. COVID-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. COVID-19 പകർച്ചവ്യാധി അല്ല. ഇവിടെ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് BCG, ECG, OPV, MMR. ഇവിടെ ഒറ്റപ്പെട്ടത് ECG ആണ്, ബാക്കിയെല്ലാം വാക്സിനാണ്. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ. മൂത്രാശയ രോഗങ്ങളുടെ കാരണം: മൂത്രശങ്ക വരുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഇത് 3 കാരണങ്ങളാണ്. സി ആണ് ആൻസർ. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. എന്താണ്? ബാക്ടീരിയകളാണ്. കൊതുകുജന്യ രോഗം: ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത് പനിയാണ്? ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണിത്.